നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മലയാളികളുടെ അഭിമാനമാണ് സഞ്ജു സാംസൺ. നിലവിൽ BCCI കരാറുള്ള ഏക കേരള താരമായ സഞ്ജു T20യിൽ ഓപ്പണർ എന്ന നിലയിൽ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. 3 സെഞ്ചുറികളാണ് ഈ വർഷം സഞ്ജു നേടിയെടുത്തത്. ഒരു കലണ്ടർ വർഷം 3 T20 സെഞ്ചുറി എന്നത് മറ്റാർക്കും നേടാനാകാത്ത നേട്ടം തന്നെയാണ്. സഞ്ജുവിനെ നിലവിൽ T20യിലേക്ക് മാത്രമാണ് പരിഗണിക്കുന്നത്. ഏകദിന ഫോർമാറ്റിലും ടെസ്റ്റിലും സഞ്ജു ഇന്ത്യൻ ടീമിന് പുറത്താണ്. സഞ്ജുവിനെ ടെസ്റ്റ് ടീമിലേക്ക് പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നുവെങ്കിലും ഇതുവരെ വിളിയൊന്നും എത്തിയില്ല. ഇപ്പോഴത്തെ ടെസ്റ്റ് കളിക്കാനുള്ള ആഗ്രഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ് വീണ്ടും സഞ്ജു സാംസൺ. അവസരം ലഭിച്ചാൽ ടെസ്റ്റ് കളിക്കാൻ താല്പര്യമുണ്ട് എന്നും ഇതാണ് തൻ്റെ വലിയ സ്വപ്നമെന്നും നേരത്തെ സഞ്ജു വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഇതേ കാര്യം അദ്ദേഹം ആവർത്തിക്കുകയാണ്. ഏത് ഉറക്കത്തിലും ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് വിളിയെത്തിയാൽ ആ സമയത്ത് തന്നെ ടീമിലേക്ക് എത്തും എന്നാണ് സഞ്ജു സാംസൺ ദുബായിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പറഞ്ഞത്. നിലവിൽ ഇടവേള ആഘോഷിച്ച് സഞ്ജു ദുബായിലാണുള്ളത്. ഇവിടെ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവെയാണ് സഞ്ജു ടെസ്റ്റ് കളിക്കാനുള്ള ആഗ്രഹം തുറന്നു പറഞ്ഞത്. ഇന്ത്യൻ ടീമിനായി കളിക്കുക എന്നതാണ് പ്രധാനമെന്നും ഏത് ഫോർമാറ്റിലും കളിക്കാൻ സജ്ജമാണെന്നും സഞ്ജു പറയുകയായിരുന്നു. ഋഷഭ് പന്താണ് നിലവിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ. എന്നാൽ ഇടം കയ്യൻ താരത്തിന്റെ സമീപകാലത്തെ പ്രകടനങ്ങൾ മോശമാണ്. ഇന്ത്യ ഓസ്ട്രേലിയയിൽ തോറ്റാൽ ടീമിൽ അഴിച്ചുപണിക്ക് സാധ്യത വരെയുണ്ട്. എന്നാൽ സഞ്ജുവിന് ടീമിലേക്ക് വിളിയെത്താൻ സാധ്യത കുറവാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഏകദിന ഫോർമാറ്റിലേക്ക് സഞ്ജു തിരിച്ചെത്താനും സാധ്യതയുണ്ട്. വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ സഞ്ജു ഉണ്ടാകുമോ എന്നത് കണ്ടു തന്നെ അറിയാം. IPLൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകനാണ് സഞ്ജു സാംസൺ. ഇത്തവണത്തെ മെഗാലയനത്തിലൂടെ വലിയ മാറ്റങ്ങൾ രാജസ്ഥാനിൽ വന്നിട്ടുണ്ട്. സൂപ്പർ താരം ജോസ് ബട്ട്ലറെ കൈവിട്ട രാജസ്ഥാൻ ബോളിംഗ് നിരയിൽ നിന്ന് ട്രെന്റ് ബോൾട്ടിനെയും അശ്വിനെയും യുസ്വേന്ദ്ര ചാഹലിനെയും ഒഴിവാക്കിയിരുന്നു. അതുപോലെ തന്നെ രാജസ്ഥാൻ ടീമിന്റെ വലിയ മാറ്റങ്ങൾ ആരാധകർക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ടെന്നും അറിയാമെന്നും സഞ്ജു പ്രതികരിച്ചിരിക്കുകയാണ്. യുസ്വേന്ദ്ര ചാഹൽ തനിക്കെതിരെ പന്തിറങ്ങിയാൽ എന്തുണ്ടാകുമെന്നടക്കം ആരാധകർ ചിന്തിക്കുന്നുണ്ട്. 2024 കരിയറിലെ ഏറ്റവും മികച്ച വർഷമായാണ് കരുതുന്നതെന്നും ഇതേ ഫോം തുടരാം എന്നാണ് കരുതുന്നത് എന്നുമാണ് സഞ്ജു പ്രതികരിച്ചത്. ഇനി ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിലാകും സഞ്ജു ഇന്ത്യക്കായി കളിക്കുക. സഞ്ജുവിന് ഇതേ പ്രകടന മികവ് തുടരാൻ സാധിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇംഗ്ലണ്ട് T20 സഞ്ജുവിന് നിർണായകം തന്നെയായിരിക്കും. കേരളത്തിനൊപ്പം വിജയ് ഹസാരെ ട്രോഫി കളിക്കാൻ എന്തായാലും സഞ്ജു സാംസൺ ഉണ്ടാകില്ല. കേരളത്തിന്റെ ടീം പ്രഖ്യാപിച്ചപ്പോൾ സഞ്ജു സാംസണ് ടീമിൽ ഇടമില്ലായിരുന്നു. സഞ്ജുവിന്റെ അഭാവത്തെക്കുറിച്ച് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ താരത്തിന് വിശ്രമം നൽകിയതാണെന്നാണ് റിപ്പോർട്ടുകൾ. തുടർച്ചയായി കളിക്കുന്ന സഞ്ജുവിന് വിശ്രമം അനിവാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വിശ്രമം അനുവദിച്ചിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ.